ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 6ാം ക്ലാസ് സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ആഹാരം ആരോഗ്യത്തിന് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സയൻസിൽ തന്നെ ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഇപ്പോൾ ഹെൽത്ത്, അതേപോലെ ന്യൂട്രീഷൻ, ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും PSC റീസെൻ്റായിട്ട് ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഓരോ ഉൾപ്പെടുന്ന ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഓരോന്നായിട്ട് നമ്മൾ ഫസ്റ്റ് മുതൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നത്. അതെന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർബണും ഹൈഡ്രജനും നിങ്ങൾക്ക് കിട്ടും, പിന്നെ ഓക്സിജനും കൂടി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് അവിടെ ഓർത്ത് നോക്കാം. അതിനുശേഷം ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം കേട്ടോ. അപ്പോൾ അത് ഓർത്ത് നോക്കണേ. ഊർജം നൽകുന്നതാണ് ഏതിൻ്റെ മുഖ്യധർമ്മം? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം. അത് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ എന്താണ് വിവിധ രൂപങ്ങളാണ്. ഏതൊക്കെ പറഞ്ഞത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ഇനി ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ധാന്യകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ആഹാരത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അരി ഭക്ഷണങ്ങളിലൊക്കെ എത്രയുണ്ട്? ഒത്തിരി ധാന്യകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാന്യകങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നാണ് മെയിനായിട്ടുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത്. ഇനി പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് ധാന്യങ്ങളിൽ നിന്നാണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് നോക്കണം. പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ധാന്യകങ്ങളിൽ നിന്നാണ്. ഇനി അടുത്തത് ഈ ധാന്യകം അല്ലെങ്കിൽ അന്നജം. ധാന്യകത്തിൽ ഒരു വേദമാണ് ഇത് അന്നജം. ഈ അന്നജം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഇത് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് ചോദിക്കാറുണ്ട്. അയഡിൻ ടെസ്റ്റ് എന്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ അന്നജവും അതേപോലെ പ്രോട്ടീൻ, കൊഴുപ്പ് ഇതൊക്കെ തരും. അപ്പോൾ അതിലേതാ വരിക? അന്നജമാണ് അയഡിൻ ടെസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണിത്, കടും നീല നിറം. അപ്പോൾ അയഡിൻ ലായനിയിൽ അന്നജം കലർന്ന ഏതെങ്കിലും എന്താണ് വസ്തു ലായനിയുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് നിറം കിട്ടും? കടും നീല നിറം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം? അന്നജം അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ഘടകമാണ് മാംസ്യം. മാംസ്യം പ്രോട്ടീൻ കേട്ടോ. മാംസ്യമാണ് പ്രോട്ടീൻ. മാംസ്യം പ്രോട്ടീൻ കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ കയ്യിൽ പറയുന്നത്. ഇനി പ്രോട്ടീൻ്റെ മെയിനായിട്ടുള്ള എന്താ പ്രോട്ടീൻ എന്നുള്ളത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് ഇത് പ്രോട്ടീൻ. അപ്പോൾ ശരീര നിർമ്മിതിക്കും അതേപോലെ വളർച്ചയ്ക്കും ശരീരത്തിലെ കോശങ്ങൾ, മുടി, അതേപോലെ ദഹനരസങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീന് ആവശ്യമാണ്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഇത് എന്തായിരുന്നു? നമ്മൾ കാർബോഹൈഡ്രേറ്റുള്ള ഘടകങ്ങളാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം നൈട്രജനും സൾഫറും കൂടി വരും. എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മെയിനായിട്ടുള്ള ഘടകങ്ങൾ കേട്ടോ. അപ്പോൾ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ എന്ത് ചെയ്യണം? പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അതായത് 60 കിലോഗ്രാമുള്ള ഒരു വ്യക്തിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടണം? 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം എന്നാണ് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രോട്ടീൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകും. വളർച്ച മുരടിച്ചു പോകാനുള്ള കാരണമാകും. ഇനി അടുത്തതാണ് ഒരു രോഗമാണ്, ഒരു അഭാവ രോഗമാണ്. ഏത്? ക്വാഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും അതേപോലെ വയറ് വീർത്തുമിരിക്കും കേട്ടോ. ഓർത്ത് വെക്കണേ. ക്വാഷിയോർക്കർ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇത് ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കറിൻ്റെ ലക്ഷണം എന്താണ്? ശരീരം ശോഷിച്ചു അതേപോലെ വയറെന്ത് ചെയ്യും? വീർത്തുമിരിക്കും. അതാണ് ക്വാഷിയോർക്കറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഒരു ചാർട്ട് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് നോക്കേണ്ടത്, ഇതിൽ തന്നിരിക്കുന്നതിൽ ചെറുപയറിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് നോക്കണേ, ചെറുപയർ. അതേപോലെ തന്നെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് സോയാബീൻ. ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് സോയാബീൻ. അത് ഇതിൽ ചാർട്ട് ഇല്ല, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഓർത്ത് നോക്കണം. സോയാബീനും പ്രോട്ടീൻ വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇനി പ്രോട്ടീൻ നമ്മൾ അയഡിൻ ടെസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? അന്നജത്തിന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഏത്? അയഡിൻ ടെസ്റ്റ്. അതേപോലെ ഇനി ഇതിൽ പ്രോട്ടീനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രോട്ടീൻ തിരിച്ചറിയാൻ വേണ്ടിയ ടെസ്റ്റിൽ നമുക്ക് ആവശ്യമായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തുരിശ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് എടുക്കണം. അതേപോലെ ജലം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവയൊക്കെ എടുക്കണം.
അപ്പോൾ ഇവയൊക്കെ എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിലേക്ക്. അതായത് നമ്മൾ പ്രോട്ടീനിൽ ഏതെങ്കിലും ഒരു വസ്തു ചേർക്കുവാണ്, അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8-9 തുള്ളി ചേർക്കുവാണ്. അങ്ങനെ ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എത്ര തുള്ളിയാണെന്ന് അതൊന്നും അങ്ങനെ ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല. അതിൽ ഈ ഒരു പ്രോട്ടീൻ്റെ ടെസ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഓർത്ത് നോക്കണം. കോപ്പർ സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഏത് നിറമാണ് കിട്ടുന്നത്? വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീനിൻ്റെ സാന്നിധ്യമാണെന്നാണ് അത് തിരിച്ചറിയുന്നത്. അപ്പോൾ വയലറ്റ് നിറം കിട്ടിയാൽ നമ്മൾ ചേർത്ത വസ്തുവിൽ എന്തുണ്ടെന്നാണ്, പ്രോട്ടീൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു വയലറ്റ് നിറം കിട്ടും. അത് കാരണം പ്രോട്ടീനിൻ്റെ സാന്നിധ്യം അതിലുള്ളത് കൊണ്ടാണ് നിറം കിട്ടുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റും അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർത്ത് നോക്കണേ. അതാണ് ഈ പ്രോട്ടീൻ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കൾ. ഇനി മൂന്നാമത്താണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഏത്? കൊഴുപ്പ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പ് എന്താണ്? ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആഹാരഘടകമാണ്. കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ട് ഊർജ്ജമാണല്ലോ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഊർജ്ജം കൊടുക്കുന്ന ഒന്നാണ് ഏത്? കൊഴുപ്പ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. നമുക്ക് വരുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലഭിക്കുന്നവയോ വെള്ളത്തിൽ ലയിക്കുന്നവയോ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൊഴുപ്പിൻ്റെ ആവശ്യകത മെയിനായിട്ട് വരുന്ന ഒരു ഘടകം എന്താണ്? അതായത് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. അപ്പോൾ അങ്ങനെ ലയിക്കണമെങ്കിൽ കൊഴുപ്പ് എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇനി കൊഴുപ്പുണ്ടെങ്കിൽ, അതായത് കൊഴുപ്പ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് അന്നജത്തിൻ്റെയും അതേപോലെ പ്രോട്ടീൻ്റെയും ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 അതിനുശേഷം കൊഴുപ്പ് തിരിച്ചറിയാൻ ഒരു സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അതായത് എന്ത് ചെയ്യുക? ആ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ വരച്ചു പോകുക. ഏത് ഭക്ഷ്യവസ്തുവിലാണോ കൊഴുപ്പുണ്ടോ നോക്കേണ്ടത്. അതിനുശേഷം ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കും. ഇനി ഇവിടെ നമുക്കൊരു ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ബ്ലഡ് ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒരു ടെസ്റ്റിൻ്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യണമെന്നോ ഓർത്ത് നോക്കണം. ബ്ലഡ് ഷുഗർ ആണെങ്കിൽ നോർമൽ റേഞ്ച് 70-110 mg ആണ്. ഓക്കെ, അപ്പോൾ 70-110 നോക്കുക. കൊളസ്ട്രോൾ ആണെങ്കിൽ അപ് ടു 200 ആണ് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ നോർമൽ വാല്യൂ പഠിച്ചു നോക്കണം. നോർമൽ വാല്യൂ മുമ്പ് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 70-110, അതേപോലെ കൊളസ്ട്രോൾ 200 വരെയുമാണ് നോർമൽ വാല്യൂ. ഇനി എന്താണ് ഈ കൊഴുപ്പും കൊളസ്ട്രോളും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് അടുത്ത് പറയാൻ വന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഏത്? കൊളസ്ട്രോൾ എന്നുള്ളത്. നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങൾ പറഞ്ഞില്ലേ, സെല്ലുലോസ്, അന്നജം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കൊഴുപ്പിൻ്റെ വേറെ രൂപമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയമായിട്ട് എന്ത് ചെയ്യും? കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ അധികമായാൽ അതെന്ത് ചെയ്യും? രക്തക്കുഴലുകളിൽ ഉൾഭിത്തികൾ ഇത് പറ്റിപ്പിടിക്കും. അങ്ങനെ രക്ത ഒഴുക്കിന് എന്ത് ചെയ്യും? തടസ്സം വരും. അത് എന്താണ്? ഹൃദ്രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരും. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. ഇനി പഠന റിപ്പോർട്ടിൽ നിന്ന് ഇവിടെ, അതായത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസവും, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻസ് ആണ്, അല്ലെങ്കിൽ ജീവകങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് പറയുന്ന കാര്യം എന്താ? പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്യുന്നത്. എത്രയാ? 295 ഗ്രാം എത്ര പച്ചക്കറികൾ ഒരു പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ കഴിക്കണമെന്നാണ് അവർ ശുപാർശ ചെയ്യുന്നത്. ആ പോയിന്റ് കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തു. ഇനി വൈറ്റമിനുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വൈറ്റമിൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക് എടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം ചോദിക്കാറുണ്ട് വൈറ്റമിൻസ്. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾക്ക് ഓർത്ത് നോക്കേണ്ടത്, വൈറ്റമിൻസ് ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, അതേപോലെ വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ട്. ആ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഏത്? ബിയും സിയും. അപ്പോൾ ബി സി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബി സി എന്ന് ഓർത്ത് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്നവ എന്താണ്? വൈറ്റമിൻസ് ആണ് ബി വൈറ്റമിനും അതേപോലെ സി വൈറ്റമിനും. ഇനി ബാക്കിയുള്ളതൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്നവ. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എ വരും, ഡി വരും, ഇ വരും, അതേപോലെ കെ വരും. അങ്ങനെ മറ്റുള്ളവയൊക്കെ കൊഴുപ്പിൽ ലഭിക്കുന്നതാണ്. എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതിൽ ഓരോ വൈറ്റമിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. വൈറ്റമിൻ എ. വൈറ്റമിൻ എ മെയിനായിട്ട് ഏതിലൊക്കെയാണ് ഉൾപ്പെടുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാനൊന്ന് പറയാം. വൈറ്റമിൻ എ മെയിനായിട്ട് എന്തിൻ്റെ ആരോഗ്യത്തിനാണ്? ഇതിൽ കണ്ണ്, ത്വക്ക്, മുടി. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക മിക്കവാറും കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ്. കാരണം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻ എ കുറയുമ്പോൾ കണ്ണിന് ബാധിക്കുന്ന പല അസുഖങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇനി വരുന്ന ടോപ്പിക്കുകളിൽ പഠിക്കും. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ വൈറ്റമിൻ എ ആവശ്യം വരുന്നത്. അത് മെയിനായിട്ട് വരുന്ന കാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ ഓർത്ത് നോക്കണേ. ഒന്ന് കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില.
ഇനി അടുത്തത് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി എന്താ? ധാന്യങ്ങളുടെ തവിടിൽ വരുന്നതാണ് വൈറ്റമിൻ ബി. അതൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ. തവിട് പിന്നെ മുട്ട, പാല്, ചെമ്പില. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. ഇതിൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ഒന്ന് ഓർത്ത് നോക്കണം. ബിയിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. B1, B2, B3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എന്ത് ചെയ്യും? അത് ഡീപ്പായിട്ട് പഠിക്കും. ബി കോംപ്ലക്സ് എന്നാണ് പറയാം. ബിയിൽ തന്നെ ഒത്തിരി വേറെ ഘടകങ്ങൾ, വൈറ്റമിൻസ് വരുന്നുണ്ട്. ഇനി വൈറ്റമിൻ സി മെയിനായിട്ട് നെല്ലിക്ക കേട്ടോ. ഇവിടെ ഓർത്തോക്കേണ്ടത് നെല്ലിക്കയാണ് മെയിനായിട്ട് അതിൽ ഓർത്തോക്കേണ്ടത്. സിട്രസ് ഫ്രൂട്ട്സ് പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ. ഇനി വൈറ്റമിൻ സി എന്തിനാന്ന് വെച്ചാൽ മോണ, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യം. ഇനി അടുത്തത് ഡി പറയുകയാണെങ്കിൽ എന്താ? ഇത് ഓർത്തോക്കണം കേട്ടോ. ഡി എന്തിനു വേണ്ടിയിട്ട്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് ഇത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിന്. ഇത് 2 പോയിന്റ് പഠിക്കണം. ഈ 2 പോയിന്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ആ 2 പോയിന്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡി കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് ഇത്, വൈറ്റമിൻ ഇ. അത് നാഡികളുടെയും ചുവന്ന രക്താണുകളുടെയും ആരോഗ്യത്തിന് എന്താണ്? ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഇത്, ഇ. ഇനി അടുത്തത് വൈറ്റമിൻ കെ, ലാസ്റ്റ് ആണ്. വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കട്ട പിടിക്കാൻ കെ എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ മതി? ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണിത്, വൈറ്റമിൻ കെ എന്നത്. അപ്പോൾ വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫുള്ളായിട്ട് വായിച്ച് നോക്കണം. ഇത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരും. ആ ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് എടുക്കാം. ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്? പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിച്ചു പോകും. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകും. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. എന്താ? പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ എന്തിനാണ് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നതെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? വൈറ്റമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ സി എന്താകാണ്ടിരിക്കുക? നഷ്ടപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പച്ചക്കറികളൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയരുതെന്ന് പറയും. അതും എന്താണ്? അത് വൈറ്റമിൻ സി എന്താണ്? നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി അടുത്തതാണ് ധാതു ലവണങ്ങൾ, മിനറൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, കൊഴുപ്പ് പറഞ്ഞു, അതേപോലെ വൈറ്റമിൻസ് പറഞ്ഞു. 5ാമത്താണ് ധാതു ലവണങ്ങൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയും. അതായത് എന്താ മിനറൽസ്? ചെറിയ അളവിൽ നമുക്ക് ശരീരത്തിൽ വേണ്ട ഘടകങ്ങളാണ് ഇത് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇതൊക്കെ. ഒന്ന് ഇരുമ്പ് എന്തിനാ? രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം കേട്ടോ. എല്ലാത്തിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് വരുന്ന ഭക്ഷണ വസ്തുക്കളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്കറികൾ നിർബന്ധമായിട്ട് ഓർത്ത് നോക്കണേ. മുതിര, ശർക്കര, കരൾ. ഇനി അടുത്ത് കാൽസ്യം, ഫോസ്ഫറസ് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ് കാൽസ്യം, ഫോസ്ഫറസും എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് പാലുൽപ്പന്നങ്ങൾ മെയിനായിട്ട് അതിൽ ഓർത്ത് നോക്കാം. ഇനി സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സോഡിയം എന്നുള്ള മിനറൽ ആവശ്യം. അത് കറിയുപ്പിലാണ് മെയിനായിട്ട് വരുന്നത്. അടുത്തത് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്താണ്? അയഡിൻ നിർബന്ധമാണ്. ആ അയഡിൻ എങ്ങനെയാണ് കിട്ടുന്നത്? കടൽ വിഭവങ്ങളിൽ നിന്ന് കിട്ടും. അയഡിൻ ചേർത്ത ഉപ്പ് അല്ലെ, അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ ഓർത്തോക്കേണ്ടത്. ഇനി അടുത്തത് പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് വെച്ചാൽ ഈ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത്തരം രോഗങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണത് പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഓരോരോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോ വൈറ്റമിനും അതേപോലെ ഈ മിനറൽസും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും വരും. അങ്ങനെയുള്ള രോഗങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ്. വൈറ്റമിൻ എന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇത്, നിശാന്തത. എന്ന് വെച്ചാൽ എന്താ? മങ്ങിയ പ്രകാശത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ണ് കാണാൻ പറ്റില്ല, കാഴ്ച സാധ്യമാവില്ല മങ്ങിയ പ്രകാശത്തിൽ. ഇനി വൈറ്റമിൻ ബി കൊണ്ടുണ്ടാകുന്നതാണ് ഇത് വായ്പുണ്ണ്, അതായത് വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി വൈറ്റമിൻ സിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് വെച്ചാൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നതാണ് ഇത് സ്കർവി. ഇനി വൈറ്റമിൻ ഡി കൊണ്ടുണ്ടാകുന്നതാണ് കണ എന്ന് വെച്ചാൽ എന്താ? അസ്ഥികൾ കനം കുറഞ്ഞ് വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇത് കണ. ഇനി ഇരുമ്പിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് അനീമിയ എന്ന് വെച്ചാൽ എന്താ? വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവാണ് അനീമിയ. അടുത്തത് അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഇത് ഗോയിറ്റർ, അതായത് തൊണ്ടയിൽ മുഴ എന്നുള്ളത്. ഇനി അടുത്തത് പോഷകേതര ഘടകങ്ങൾ എന്ന് പറഞ്ഞ് അടുത്തൊരു ഘടകമുണ്ട്. അതായത് നമ്മൾ ഇതുവരെ 5 പോഷക ഘടകങ്ങൾ പഠിച്ചല്ലോ. ഈ പോഷക ഘടകങ്ങൾക്ക് പുറമെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത് ജലം. പോഷകമൊന്നും പ്രദാനം ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ജലം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ജലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല.
അതേപോലെ തന്നെ ഒന്നാണ് നാരുകൾ. നാരുകൾ എന്ന് വെച്ചാൽ ഫൈബറും എന്ത് വേണം, ശരീരത്തിന് ആവശ്യമാണ്. ഇത് പോഷകേതര ഘടകങ്ങൾ വരുന്നതാണ് ഏത്, ജലവും നാരുകളും. അപ്പോൾ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതെന്താണെന്നാണ് നോക്കുന്നത്. ആദ്യത്തെ ജലത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ 2/3 എന്താണ്, ജലമാണ്. 2/3 ജലമാണ്. അത് നമ്മൾ ഭൂമിയുടെ കേസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. SCRT സോഷ്യൽ സയൻസ് എടുക്കുമ്പോൾ ഭൂമിയിൽ ഭൂമിയിലെ എന്താണ് വിസ്തൃതിയുടെ 2/3 ജലമാണ്, ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതേപോലെ തന്നെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി തലച്ചോറിൻ്റെ 85%, രക്തത്തിലെ 90% എന്താണ്, എല്ലുകളുടെ 25% ജലമാണ് ഉള്ളത്. ഇനി മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം എത്ര ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്? 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം എന്ത് ചെയ്യുന്നുണ്ട്, കുടിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി അടുത്തത് നാരുകളെ പറ്റിയാണ് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് എന്ത്, നാരുകൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കണേ ആ ഡെഫിനിഷൻ. കാരണം ഇതെന്താണെന്ന് ചോദിക്കും. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യകം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ എന്ത് ചെയ്യും, സുഗമമാകും. അപ്പോൾ നാരുകൾ അടങ്ങിയ എങ്ങനെയാണ്, തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ എന്താണ്, നാരുകളുടെ കലവറയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്താ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് എന്ത് വിളിക്കുന്നത്, സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് നോക്കുക. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അതാണ്, അതോടെ ചാപ്റ്റർ എൻഡ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാർട്ട് 2 എടുക്കാനുള്ളത്, സയൻസിലെ പാർട്ട് 2. അപ്പോൾ പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്